നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു മുട്ടക്കറിയുടെ റെസിപ്പിയാണ്. ഇതിന് മുന്നേ ഞാനൊരു മുട്ടക്കറി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അത് തേങ്ങയൊക്കെ അരച്ചിട്ട് കുറച്ച് പണിയുള്ളതാണ്. ഇത് തേങ്ങയൊന്നും വേണ്ട, നല്ല ഈസി ആയിട്ട് റെഡിയാക്കി എടുക്കാൻ പറ്റുന്ന, അതുപോലെ നല്ല ടേസ്റ്റുള്ള ഒരു മുട്ടക്കറിയും കൂടിയാണ്. അപ്പോൾ അതെങ്ങനെ റെഡിയാക്കി എടുക്കാൻ നോക്കാം. വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേ ആരെങ്കിലും ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ, ഇതുവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഇപ്പം തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുമ്പം അതിൻ്റെ തൊട്ടപ്പുറം ഒരു ബെല്ലൈക്കൺ കൂടി വരും, അതും കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യുക. ഞാൻ ഫ്യൂച്ചറിൽ വീഡിയോസ് ഇടുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടാൻ വേണ്ടിയിട്ട്. കറി ഉണ്ടാക്കിയെടുക്കാനായിട്ട് ഒരു പാൻ ചൂടാക്കിയിട്ടുണ്ട്. ഇതിലേക്ക് ഞാൻ ആദ്യം ചേർത്ത് കൊടുക്കുന്നത് 1/2 ടീസ്പൂൺ നെയ്യാണ്. ഈ നെയ്യ് ഓപ്ഷനിലാണ്, നെയ്യ് വേണം നിർബന്ധമൊന്നുമില്ല. നിങ്ങൾക്ക് വേണമെങ്കിൽ ബട്ടർ ചേർക്കാം, അല്ലാന്നുണ്ടെങ്കിൽ കംപ്ലീറ്റ് വെളിച്ചെണ്ണയിൽ ഉണ്ടാക്കിയാൽ മതി. ഓയിലാണ് താല്പര്യമെങ്കിൽ ഓയിലിൽ ഉണ്ടാക്കിയാലും മതി. പക്ഷെ നെയ്യ് ചേർക്കുമ്പോൾ പ്രത്യേക ഒരു ടേസ്റ്റാണ്. ഇതിലേക്ക് ഒരു 2 ടീസ്പൂൺ വെളിച്ചെണ്ണയും കൂടി ഒഴിച്ചു കൊടുക്കാം. നന്നായിട്ട് തന്നെ ചൂടായി വന്നിട്ടുണ്ട്. ഇനി ഒന്ന് തീ ഒന്ന് കുറച്ച് വെക്കുക. എന്നിട്ട് ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. 1 ടീസ്പൂൺ മുളക് പൊടിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ചെറിയ തീയിൽ വെച്ചിട്ട് ഈ പൊടികളൊന്ന് കുക്കാക്കി എടുക്കണം. കരിഞ്ഞു പോകാനൊന്നും പാടില്ല. ഇതുപോലെ ഒന്ന് കുക്കായി വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് പുഴുങ്ങി വെച്ച മുട്ട ചേർത്ത് കൊടുക്കണം. ഞാനിപ്പോൾ 3 മുട്ട വെച്ചിട്ടാണ് ഈ കറി ഉണ്ടാക്കുന്നത്. അപ്പോൾ ആ മുട്ട ചേർത്ത് കൊടുക്കുന്നുണ്ട്. മുട്ടയും കൂടി ചേർത്തിട്ട് ഒന്ന് മിക്സ് ചെയ്തിട്ട് ചെറുതായിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. ഓവറായിട്ട് അങ്ങ് റോസ്റ്റ് ചെയ്യേണ്ട, അപ്പോൾ പൊടികൾ കരിഞ്ഞു പോകും. ഇപ്പോൾ ഇതാ ഈ മുട്ട അത്യാവശ്യം റോസ്റ്റായി വന്നിട്ടുണ്ട്. നമുക്കിത് ഈ എണ്ണയിൽ നിന്ന് മാറ്റാം. ഇതിൽ തന്നെയാണ് നമ്മൾ ഗ്രേവി ഉണ്ടാക്കി എടുക്കുന്നത്. ആദ്യം നമുക്ക് കുറച്ച് സ്പൈസസ് ആഡ് ചെയ്യാം. ഞാനിപ്പോൾ ഒരു 1/4 ടീസ്പൂൺ ചെറിയ ജീരകം എടുത്തിട്ടുണ്ട്. പിന്നെ അതിൻ്റെ കൂടെ തന്നെ ഒരു നുള്ള് വലിയ ജീരകം, പിന്നെ 2 ഏലക്ക, ചെറിയ 2 പീസ് പട്ട, പിന്നെ 3 ഗ്രാമ്പൂ എടുത്തിട്ടുണ്ട്. അത് ഇതിലേക്ക് ചേർത്തിട്ട് ഒന്ന് പൊട്ടിച്ചെടുക്കണം. അപ്പോൾ സ്പൈസസ് ഒക്കെ ഒന്ന് പൊട്ടി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞാനിപ്പോൾ 2 ചെറിയ സവാള ചെറുതായിട്ട് അരിഞ്ഞത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതിൻ്റെ കൂടെ തന്നെ 2-3 പച്ചമുളകും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇഞ്ചി നിങ്ങൾ ഇതിലേക്ക് ചേർക്കുന്നുണ്ടെങ്കിൽ ഒന്ന് ചതച്ചിട്ടോ അല്ലെങ്കിൽ ചെറുതായിട്ട് അരിഞ്ഞിട്ടോ ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിതൊന്ന് വഴറ്റിയെടുക്കണം. എളുപ്പത്തിലായി കിട്ടാൻ വേണ്ടിയിട്ട് കുറച്ച് ഉപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതിൽ ഒട്ടും എണ്ണയില്ലാന്നുണ്ടെങ്കിൽ 1-2 ടീസ്പൂൺ എണ്ണയും കൂടി ഒഴിച്ചിട്ട് വേണം വഴറ്റിയെടുക്കാൻ വേണ്ടിയിട്ട്. ഇപ്പോൾ നന്നായിട്ട് മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് അടച്ച് വെച്ചിട്ട് കുക്ക് ചെയ്തെടുക്കാം. ഇപ്പോൾ ഇതൊന്ന് കുക്കായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ഒരു 2 പൊടികളും കൂടി ചേർക്കാനുണ്ട്. അപ്പോൾ ഒരു 1/4 ടീസ്പൂണോളം മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഒരു 1/4 ടീസ്പൂൺ ഗരം മസാലയും കൂടി ചേർത്ത് കൊടുക്കാം. ഇത്രയും മതി. ഇനി നമുക്കിതൊന്ന് നന്നായിട്ട് തന്നെ മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാനുള്ളത് തക്കാളിയുടെ പേസ്റ്റാണ്. ഞാനിപ്പോൾ ഒരു വലിയ തക്കാളി എടുത്തിട്ട് ഒന്ന് കട്ട് ചെയ്തിട്ട് മിക്സിയിലിട്ടിട്ട് ഇതുപോലെ ഒന്ന് അരച്ചെടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് ചേർത്ത് കൊടുക്കാം. എളുപ്പത്തിൽ റെഡിയായി കിട്ടും. തക്കാളിയുടെ പേസ്റ്റ് ആഡ് ചെയ്യുകയാണെങ്കിൽ പേസ്റ്റ് തന്നെ ചേർക്കണം നിർബന്ധമില്ല. ഒന്ന് അരിഞ്ഞിട്ട് ഇട്ട് കൊടുത്താലും മതി. ചെറുതായിട്ട് അരിയാൻ വേണ്ടി ശ്രദ്ധിക്കാം. എന്നിട്ട് നന്നായിട്ട് തന്നെ മിക്സ് ചെയ്തിട്ട് ഇതൊന്ന് വേവിച്ചെടുക്കണം. ഇപ്പോൾ നമ്മുടെ തക്കാളി നന്നായിട്ട് വെന്തിട്ട് ഇതുപോലെ എണ്ണ തെളിഞ്ഞ് വരുന്നുണ്ട്. ഈ സമയത്ത് നമുക്ക് കറിയിലേക്ക് വേണ്ട ഉപ്പ് ചേർത്ത് കൊടുക്കാം. നമ്മൾ ആദ്യം കുറച്ച് നോക്കിയിട്ട് ആവശ്യത്തിനനുസരിച്ചിട്ട് വേണം ചേർത്ത് കൊടുക്കാൻ. ഒന്നങ്ങ് മിക്സ് ചെയ്തെടുക്കാം. ഞാൻ അതിനിടയ്ക്ക് നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ച മുട്ട 2ആയിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇങ്ങനെ വേണം നിർബന്ധമില്ല. അതിങ്ങനെ മുഴുവനായിട്ട് ഇടാന്നുണ്ടെങ്കിൽ അങ്ങനെ ഇട്ടോളൂ. ഞാനിപ്പോൾ ഇത് കട്ട് ചെയ്തിട്ടാണ് ഇട്ട് കൊടുക്കുന്നത്. ഇതുപോലെ വറ്റി ഒന്ന് കുക്കായി വരുന്ന സമയത്താണ് ഇതിന് നല്ല ടേസ്റ്റ് കൊടുക്കുന്ന ആ ഒരു ഇൻഗ്രീഡിയൻറ്റ് ചേർത്ത് കൊടുക്കുന്നത്. ഞാനിപ്പോൾ ഒരു പിടി കാഷ്നട്ട് ഒന്ന് പൊടിച്ചെടുത്തിട്ടുണ്ട് മിക്സിയിലിട്ടിട്ട്. അതാണ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. ഇതങ്ങ് ചേർത്ത് കൊടുക്കുമ്പം നമ്മുടെ കറി നല്ല ടേസ്റ്റി ആയിരിക്കും. അതുപോലെ നമ്മുടെ കറിക്ക് നല്ല കൊഴുപ്പും ഉണ്ടാവും. നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം.
നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ഇതുപോലെ യോജിപ്പിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നിങ്ങൾക്ക് ഗ്രേവി വേണമെങ്കിൽ മാത്രം വെള്ളം ചേർത്ത് കൊടുത്താൽ മതി. ഞാനിപ്പോൾ 1.5 കപ്പ് ചൂടുവെള്ളം ചേർത്ത് കൊടുക്കുന്നുണ്ട്. പച്ചവെള്ളം ചേർത്ത് കൊടുക്കരുത്, ചൂടുവെള്ളം തന്നെ ചേർത്ത് കൊടുക്കുക. ഒരു റോസ്റ്റ് പരുവത്തിലാണ് വേണ്ടെന്നുണ്ടെങ്കിൽ ഇങ്ങനെ തന്നെ ഇതിലേക്ക് ഇനി മുട്ട ചേർത്തിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുത്താൽ മതി. ഗ്രേവിക്ക് അനുസരിച്ചിട്ട് നിങ്ങൾക്ക് എത്രയാണ് വെള്ളം വേണ്ടതെന്ന് വെച്ചാൽ അത്ര തന്നെ ചേർത്ത് കൊടുക്കുക. ഞാനിപ്പോൾ നന്നായിട്ട് തന്നെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിൽ ഉപ്പ് നോക്കിയിട്ട് വേണമെങ്കിൽ ഉപ്പ് ആഡ് ചെയ്യണം. ഗ്രേവിയിൽ വേണ്ട ഉപ്പൊക്കെ കറക്റ്റ് ആയിട്ടുണ്ട്. ചൂടുവെള്ളം ആയതുകൊണ്ട് പെട്ടെന്ന് തിളച്ച് വരുമല്ലോ. അപ്പോൾ ഇതുപോലെ നന്നായിട്ട് തിളച്ച് വരുന്ന സമയത്ത് നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് മാറ്റി വെച്ച മുട്ട ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. എന്നിട്ടൊരു 5 മിനിറ്റോളം ഇങ്ങനെ തിളക്കാൻ വേണ്ടി വെയിറ്റ് ചെയ്യണം. ഇങ്ങനെ തിളക്കുമ്പോൾ ആയിരിക്കും മുട്ടയുടെ ആ ഫ്ലേവറും നല്ല ടേസ്റ്റൊക്കെ ഈ കറിയിൽ ഉണ്ടാവുക. 5 മിനിറ്റ് നന്നായിട്ട് തിളച്ചിട്ടുണ്ട് നമ്മുടെ കറി. ഇപ്പോൾ ഒന്ന് കുറുകി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇത് തണുത്തതിന് ശേഷം ഒന്നങ്ങ് കുറുകി വരും. അപ്പോൾ നല്ല തിക്കായി പോവും. എനിക്കൊരു കറിയുടെ പരുവത്തിലാണ് വേണ്ടത്. ഇപ്പം ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്യാണ്. അവസാനം ഞാൻ കുറച്ച് മല്ലിയിലയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. നല്ല ഫ്രഷ് ആയിട്ടുള്ള കറിവേപ്പില ഉണ്ടെങ്കിൽ അതുകൂടി ചേർത്തോളൂ, കുഴപ്പമൊന്നുമില്ല. അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു കറിയാണ്. ഒരു തവണ നിങ്ങൾ ഇങ്ങനെ ട്രൈ ചെയ്താൽ പിന്നെ ഇങ്ങനെ ഉണ്ടാക്കൂ, അത്രയും ടേസ്റ്റിയാണ്. എന്തായാലും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കിയിട്ട് എന്നോട് ഫീഡ്ബാക്ക് പറയണം. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്